ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ എൻജിൻ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആർ.കെ. നാരായണൻ എഴുതിയിട്ടുള്ളതാണ്. വളരെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള, അതായത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, ബട്ട് ആ സ്ട്രഗിൾ ഒക്കെ ഒരു ഹ്യൂമറസ് വേയിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഹ്യൂമർ നിറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറിയും എല്ലാം നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ നാട്ടിലേക്ക്, അവരുടെ പട്ടണത്തിലേക്ക് ഒരു ഷോമാൻ വരുവാണ്. ഷോമാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തുന്ന ഒരാൾ, അവരെ നമുക്ക് ഷോമാൻ എന്ന് വിളിക്കാം. അവർ വന്നിട്ട് ഗെയ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിനോദ കേന്ദ്രം ആരംഭിക്കുകയാണ്. ദിവസവും എന്താണ് ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ദിവസവും 500 രൂപ വരെ വരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് മുന്നത്തെ കാര്യങ്ങളാണ്. അപ്പോൾ 500 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കുറച്ച് വലിയ രൂപയാണ്. ഈ ഗെയ്റ്റി ലാൻഡിൽ നിരവധി കളികള്, സാഹസിക പരിപാടികള്, ലോട്ടറികൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ചെറിയ പണം കൊടുത്താൽ തന്നെ എന്താണ് ഡോം ഓഫ് ഡെത്ത് പോലെയുള്ള ഭയങ്കര മോട്ടോർ സൈക്കിൾ സ്റ്റണ്ടുകളൊക്കെ കാണാൻ പറ്റും. ഈ സമ്മാനങ്ങളിലാണെങ്കിലോ സ്വിംഗ് മെഷീൻ മുതൽ ക്യാമറ വരെ ഉണ്ടായിരുന്നു. ഈവൻ എന്താണ് ഒരു റോഡ് എഞ്ചിൻ വരെ ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഒരു വൈകുന്നേരം നമ്മളെ നരേറ്ററിന്റെ ലോട്ടറി നമ്പർ വന്നു. അവരൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോട്ടറി നമ്പർ, അതായത് അവർക്ക് ലോട്ടറി അടിച്ചു. ലോട്ടറി അടിച്ചത് എന്താണ്, ഒരു റോഡ് എഞ്ചിനാണ്. അവര് ഞെട്ടിപ്പോവാണ്. കാരണം എന്താണ്, വലിയൊരു പ്രൈസാണ് അടിച്ചിട്ടുള്ളത്. പക്ഷെ അതെന്താണ് വീട്ടിലേക്ക് ഉടനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമ്മാനം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ എന്താണ് ഒരു വിചിത്ര ജീവിനെ കാണുന്ന പോലെയാണ് അദ്ദേഹത്തിനെ കാണുന്നത്. കാരണം ഇത്രയും വലിയൊരു സാധനം ലോട്ടറി അടിച്ചു, ബട്ട് എന്താണ് അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മളെ നരേറ്റർ ഈ എഞ്ചിന് മാറ്റാൻ സഹായിക്കാമോ എന്ന് ഈ ഒരു ഷോമാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അത് സമ്മതിക്കുന്നില്ല. ഡ്രൈവറെ കണ്ടെത്താനും ഷോമാന് സമ്മതിക്കുന്നില്ല. ഷോമാൻക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് കൊടുക്കാം, പക്ഷെ അവരത് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇവരാകെ ബുദ്ധിമുട്ടി നിൽക്കുക. മുനിസിപ്പാലിറ്റിക്ക് വിറ്റാലോ, അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഷോമാൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവര് കളിയാക്കി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എഞ്ചിൻ മാറ്റാൻ പറ്റാതെ എഞ്ചിൻ അവിടെ തന്നെ വെച്ചിട്ട് നരേറ്റർ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ എല്ലാ ദിവസവും എന്താണ് നരേറ്റർ എഞ്ചിന് കാണാൻ പോവുകയും അതിനോടൊരു ഇഷ്ടം വരികയൊക്കെ ചെയ്തു. അങ്ങനെ ഈ ഷോ അവസാനിച്ച സമയത്ത് മുനിസിപ്പാലിറ്റി എഞ്ചിന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അടിച്ചു കൊടുക്കുകയാണ് ഈ നരേറ്റർക്ക്. അപ്പൊ ഈ പാവപ്പെട്ട നരേറ്റർക്ക് എന്താണ് ഒരു വഴിയും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് മാറ്റാനായിട്ട് പറ്റുന്നുമില്ല. അങ്ങനെ അതിന് വാടക നൽകുക, എല്ലാ മാസവും എന്താണ് 10 രൂപ വാടകയായിട്ട് കൊടുക്കാന്ന് ഏൽക്കുകയാണ്. ഓക്കെ, അതായത് ഇദ്ദേഹം വളരെ പാവപ്പെട്ട ആളാണ്. അങ്ങനെയാണ് ഒരു ലോട്ടറി അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ലോട്ടറി അടിക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ട് കൂടുക ചെയ്യുന്നത്. കാരണം മന്ത്ലി എന്താണ് 10 റുപ്പി കൊടുക്കേണ്ട അവസ്ഥ വരുവാണ്. ഈ എഞ്ചിനുമായിട്ട് എന്ത് ചെയ്യുന്നൊക്കെ ഭാര്യ ചോദിക്കുന്നുണ്ട്. പക്ഷെ നരേറ്റർക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഇല്ലായിരുന്നു. വിറ്റാലോ എന്നൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ആരും അത് വാങ്ങുന്നുമില്ല. മുനിസിപ്പൽ ചെയർമാനെയും കണ്ടോക്കി, പക്ഷെ അതും എന്താണ് പരാജയപ്പെടുകയാണ്. ഈ എഞ്ചിന് സൂക്ഷിക്കുന്നതാണെങ്കിലോ അദ്ദേഹത്തിനെ ഇങ്ങനെ പാവപ്പെട്ടവനാക്കുക. കാരണം എല്ലാ സമയം എന്താണ് ഇതിന് പൈസ കൊടുത്തിട്ടാണല്ലോ അവിടെ വെക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും നരേറ്റർക്ക് എന്താണ് ബുദ്ധിമുട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു കന്നുകാലി പ്രദർശനം, ഒരു കാറ്റിൽ ഷോ അവിടെ വന്ന് ആ സമയത്ത് എന്താണ് 24 മണിക്കൂറിനകം എഞ്ചിന് നീക്കണം എന്നും പറഞ്ഞിട്ട് നോട്ടീസ് വരിക ചെയ്യുന്നത്. എഞ്ചിൻ ഓടിക്കാനാണെങ്കിൽ ആർക്കും അറിയൂല്ല. അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് എന്താണ് ഈ ക്ഷേത്രത്തിലെ പുരോഹിതൻ എന്താണ് സഹായിക്കാന്ന് പറയാണ്. അദ്ദേഹം പറഞ്ഞു ആനയെ കൊണ്ടുവരാം. ക്ഷേത്രത്തിൽ ആന ഉണ്ടാവല്ലോ, അതിനെ കൊണ്ടുവന്ന് അതിനെ കൊണ്ട് കയറുകളൊക്കെ കെട്ടി അങ്ങനെ വലിച്ചു കൊണ്ടുപോകാന്ന് പറയും. അങ്ങനെ അതിനു വേണ്ടിയിട്ട് കയറുകളൊക്കെ കെട്ടി 50 പേര് തള്ളി. അതിന്റെ ഒപ്പം ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ ആരെയും കിട്ടാഞ്ഞിട്ട് ജോസഫ് എന്ന് പറയുന്നത് കുറച്ച് പഴയ ഒരു എന്താണ് ബസ് ഡ്രൈവറാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ ഒരു റോഡ് എഞ്ചിൻ ഓടിക്കാനൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് നിർബന്ധിച്ചിട്ട് ഇരുത്തുവാണ്. അങ്ങനെ ജോസഫാണ് സ്റ്റിയറിംഗ് ഒക്കെ ചെയ്യുന്നുള്ളത്. അങ്ങനെ എഞ്ചിൻ ഇങ്ങനെ വലിഞ്ഞും വളഞ്ഞും ഒക്കെ പോകുന്നുണ്ട്. കാരണം പ്രോപ്പറായ രീതിയിലല്ലല്ലോ എഞ്ചിൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് എഞ്ചിന് പോകുന്നത്. അങ്ങനെ ഒടുവിൽ എന്താണ് ഒരു മതിലിലാണ് അത് എത്തിച്ചേരുന്നത്. മതിൽ ഇടിച്ച് തകർത്ത് വീഴുകയും ചെയ്ത്. ആന ആ സമയം എന്താണ് കോപിച്ചിട്ട് മതിലിന്റെ കൂടുതൽ ഭാഗം ഇടിച്ചു പൊളിച്ചിടുക ചെയ്യുന്നത്. ആളുകളൊക്കെ ഓടി, വലിയ പ്രശ്നമായി. അത് വലിയ കലഹമൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ പോലീസുകാർ വരുന്ന്, അങ്ങനെ വലിയ പ്രശ്നമായി. അങ്ങനെ നരേറ്ററിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്.
അങ്ങനെ ജയില് വിട്ട് വന്ന സമയത്തോ നരേറ്റർക്ക് വീണ്ടും പണി കിട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കേണ്ടതായിട്ട് വന്ന്. ഈ മതില് പണിയാൻ വേണ്ടിയിട്ട് പണം കൊടുക്കണം. ഈ ആനന്റെ കൂടെ ഉണ്ടായിരുന്ന 50 ആളുകളില്ലായിരുന്നോ കെട്ടി വലിച്ചേ? അവർക്ക് പൈസ കൊടുക്കണം. പിന്നെ അതുപോലെ ജോസഫിന് പൈസ കൊടുക്കണം. ആനക്ക് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം മതില് തകർത്തതല്ലേ. അപ്പൊ അതിനുള്ള പരിക്കുകൾക്കുള്ള മരുന്ന് വെക്കാനുള്ള പണം അത് കൊടുക്കണം. എഞ്ചിന് വീണ്ടും മാറ്റാൻ വേണ്ടി പണം കൊടുക്കണം. അങ്ങനെ മൊത്തം പൂർണ്ണമായിട്ടും അദ്ദേഹം എന്താണ് ഒരു നിരാശനായി മാറിയിരിക്കുകയാണ്. അതായത് പോലീസ് വന്ന് കേസെടുക്കുന്ന്, അറസ്റ്റ് ചെയ്യുന്ന്, ഒരുപാട് പണം പോകുന്നു. മൊത്തത്തില് ബുദ്ധിമുട്ടാണല്ലേ ഉണ്ടായത്? ഈ കംപ്ലീറ്റ് പ്രശ്നത്തിന്റെ ഇടയില് അന്ന് രാത്രി അവിടെ ഒരു ചെറിയൊരു ഭൂകമ്പം ഉണ്ടായി. അടുത്ത ദിവസം നരേറ്റർ പോയി നോക്കുന്ന സമയത്ത് ഈ എഞ്ചിനൊക്കെ അവിടുന്ന് മാറി ഒരു പഴയ ഉപയോഗമില്ലാത്തൊരു പൊട്ടക്കിണറ്റില് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷാവാണ്. കാരണം ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ എഞ്ചിൻ അവിടുന്ന് നീക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴോ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് ആ സ്ഥലത്തുനിന്ന് മാറി ഒരു പൊട്ടക്കിണറിലാണ് വീണ് കിടക്കുന്നത് ല്ലേ. കിണറിന്റെ ഉടമയാണെങ്കിലോ അതിനേക്കാൾ സന്തോഷാവാണ്. കാരണം ആ കിണർ ഒടുവിൽ മൂടപ്പെട്ടല്ലോ. ആ പൊട്ടക്കിണർ മൂടാൻ ഓൾറെഡി അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. അവരോട് മൂടാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്കും ഒരുപാട് സന്തോഷാവാണ്. കാരണം നരേറ്ററിന്റെ എല്ലാ കടങ്ങളും അദ്ദേഹം അടച്ചു തീർക്കാന്നും പറയാണ്. ഇനി കൂടുതൽ പണം വേണമെങ്കിൽ അത് കൊടുക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഒരു പൊട്ടക്കിണർ എന്നുള്ളത്. അപ്പൊ അതും പരിഹരിക്കപ്പെട്ട് നമ്മളെ നരേറ്ററിന്റെ പ്രശ്നം അതും പരിഹരിക്കപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇത്രയും ശ്രമിച്ചിട്ടും അത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ നമ്മൾ കരുതാത്ത രീതിയിൽ തന്നെ ആയിരിക്കും പരിഹാരം കിട്ടുക. നമ്മളുടെ ബുദ്ധി എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ തീർത്തോളണം എന്നില്ല അല്ലെ. ചിലപ്പോൾ പ്രകൃതി തന്നെ പല കാര്യങ്ങളും ശരിയാക്കി തരും. അതുകൊണ്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ പിടിച്ചിട്ട് പിന്തുടരേണ്ട ആവശ്യമില്ല. നമ്മുടെ കഴിവും സാഹചര്യവും മനസ്സിലാക്കി നമ്മൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. ഇത്രയാണ് നമ്മളെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാം. ക്ലാസ് ഇഷ്ടാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയാം. പിന്നെ ഈ ചാപ്റ്ററിന്റെ എല്ലാ നോട്ട്സ്, സമ്മറി, ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.